Flowers swaying in the wind. Oh, this garden filled with tenderness. La 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 la. Butterflies are dancing. La 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 la. Oh, this garden full of tenderness. La 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 la. Butterflies are dancing. La 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 la. La 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 la. ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടാണ് കിട്ടിയത്. സോ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. സോ നൗ വി ആർ 1K ഫാമിലി ആയിട്ടുണ്ട്, 1K സബ്സ്ക്രൈബേഴ്സായി. സോ താങ്ക് യു എവരി വൺ. ആൻഡ് ഞാനിപ്പോൾ കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കിച്ചണിനെ പറ്റിയിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. സോ ഞങ്ങൾ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ചെയ്തത്. ആദ്യം ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, ഇനി ബോറാവോ, ഗസ്റ്റൊക്കെ വരുമ്പം ബോറാവോ എന്നുള്ളത്. ബട്ട് ചെയ്തു വന്നപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ, കിച്ചൺ അടിപൊളിയാക്കി തരണം, വൈറ്റ് ആൻഡ് വുഡ് തീമിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് അതേപോലെ അടിപൊളിയാക്കി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇവിടെ വെക്കുന്ന ഒരു ഷോക്ക് വേണ്ടി മാത്രം വെക്കണ കുറച്ച് പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഫുൾ വൈറ്റിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാര്യം എപ്പോഴും നീറ്റായിട്ട് കൊണ്ടെടുക്കണം. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് നമ്മൾ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ ഞാൻ UAE നിന്ന് വരുന്ന ടൈമിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല, ഒക്കെ വരുമ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ സ്റ്റൗ പ്യുവർ ഫ്ലെയിംസിൻ്റെ സ്റ്റൗ ആണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലമായി ഇത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കാലം മീൻസ് 1 ഇയർ ആവാനായല്ലോ. ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹീറ്റ് കൗണ്ടറിന് മേലിട്ടൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അടിപൊളി ബ്രാൻഡാണ്. എന്തായാലും ഉറപ്പായിട്ടും വാങ്ങി വിചാരിച്ചൊരു കുഴപ്പമുണ്ടാകാൻ പോണില്ല. പിന്നെ ഈ സാധനം ഞാൻ UAE നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. വെറുതെ ഷോക്കേസിന് വേണ്ടി മാത്രം വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാനൊന്നും ഞാൻ അതിലൊന്നും യൂസ് ചെയ്യലില്ല. അതുമാതിരി ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ മോട്ടറൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മേലുള്ള ആ പാത്രമൊക്കെ അതൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഞങ്ങളും ഇവിടെ എല്ലാവരും വരുമ്പോൾ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഞങ്ങൾ നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കലുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഷെൽഫ് വാങ്ങിയിട്ടുണ്ട്. ഈ ഷെൽഫ് മാത്രം ഒരു പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലാണ്, ബട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണില്ല. പിന്നെ ഇതാണ് നമ്മളെ ഇവിടെ വരുന്ന ഒരു സിങ്ക് ഏരിയ. ഈ പൈപ്പ് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഫ്ലെക്സിബിളായിട്ട് തിരിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു ഐലൻഡ് ഏരിയ പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ചെയറൊക്കെ ഉണ്ട്. ഈ ചെയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതിൻ്റെ മേലെ ഇരുന്നാലാണ് അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുക. അപ്പം ഞാനത് കൂട്ടാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ എനിക്കപ്പം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടും ചെറിയ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാൻ ഞാനിവിടെ എത്തിയിട്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊടുക്കലുണ്ട്. നോർമലി താഴെ ഇരുന്നിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കൽ, പക്ഷേ ചില ടൈം ഇവിടെ ഇരുന്ന് കൊടുക്കലുണ്ട് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന് ഗിഫ്റ്റ് തന്നതാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ, പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. റമളാൻ്റെ ടൈമിന് യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് ഞാൻ അധികം എൻ്റെ വീട്ടിലാണ് ഇവിടെ ഉണ്ടാവലില്ല. അതുകൊണ്ട് ഇതങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളെ കിച്ചൻ്റെ തീമിലോട്ട് പറ്റിയ വുഡിൻ്റെ തീമിൽ തന്നെ വരുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ കേർട്ടൻ വരുന്നുണ്ട്, അത് നമുക്കിങ്ങനെ മാറ്റാനൊക്കെ പറ്റും. എന്തൊക്കെയോ സെറ്റിങ്സൊക്കെ ഉണ്ടത് അതിന്. പിന്നെ കുറേ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചൻ്റെ സൈഡിലായിട്ട് ബ്ലാക്ക് കളർ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ സൈഡിലിട്ടിട്ടുണ്ട്.
നമ്മളിനി കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചിമ്മിനിയൊക്കെ ഓൺ ചെയ്യാം കേട്ടോ, സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് എൻ്റെ കിച്ചൺ. എല്ലാവരും ഡ്രീം ആയിരിക്കുമല്ലോ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ. വലിയ ആർഭാടല്ലെങ്കിലും എത്ര ചെറുതാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ എല്ലാവരും ഒരു ഡ്രീം ആയിരിക്കും. ഇനിയും ഡ്രീം തന്നെ ഇനി. അതുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലം ഈ സ്ഥലത്തുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ നമ്മളങ്ങനെ എല്ലാ സമയത്തും യൂസ് ചെയ്യലില്ല, പക്ഷെ പാത്രങ്ങളൊക്കെ വെക്കലുണ്ട് കേട്ടോ. അല്ലാതെ കുക്ക് ചെയ്യാനൊന്നും ഈ കിച്ചണിൽ അങ്ങനെ ചെയ്യലില്ല, വേറെ കിച്ചണിലാണ് ചെയ്യൽ. ഈ സംഭവം കണ്ടോ, നമുക്കിങ്ങനെ പുള്ള ചെയ്താൽ അതിങ്ങോട്ട് വരും. പിന്നെ നമുക്കത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി ആവശ്യമുള്ളത് എടുത്ത് കഴിഞ്ഞിട്ട്. ഇതുപോലെ തന്നെ എന്താ കുറേ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ പാത്രങ്ങളൊക്കെ അധികം ഞങ്ങൾ UAE നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതും പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ സ്പൂൺസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ. അവിടെ അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. കുറേ സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിൽ എല്ലാം നല്ല നീറ്റായിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ പറ്റും. സോ നമ്മളെ കിച്ചൺ ടൂർ കഴിഞ്ഞു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.